ചേച്ചി, നീ ചെയ്യുന്നത് ശരിയാണെന്ന് ഒന്നുകൂടി നിന്റെ മനസ്സിനോട് തന്നെ ചോദിച്ചു നോക്ക്. പല്ലവി, ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് എന്നെ ചോദ്യം ചെയ്യാൻ നിന്നെ ആയിട്ടില്ലെന്ന്. ശരിയാണ്, ഞാൻ ചേച്ചിയെ ചോദ്യം ചെയ്യാനായിട്ടില്ല. എങ്കിലും ഈ കുഞ്ഞിൻ്റെ മുഖം എങ്ങനെ കണ്ടില്ലെന്ന് നടിക്കാൻ കഴിയുന്നു ചേച്ചിക്ക്? 10 മാസം ആ വയറ്റിൽ കിടന്നതല്ലേ. എന്നിട്ട് സ്വന്തം പ്രശസ്തിക്കും നേട്ടത്തിനും വേണ്ടി സ്വന്തം കുഞ്ഞിനെ വേണ്ടെന്ന് വെക്കാൻ എങ്ങനെ കഴിയുന്നു? ഞാൻ എൻ്റെ കുഞ്ഞിനെ നിന്നോട് വളർത്താനല്ല പറഞ്ഞത്. ഇവളെ നല്ലൊരു അനാഥാലയത്തിൽ തന്നെ ഞാൻ ആക്കും. അവളുടെ ചിലവും അതും ഞാൻ തന്നെ വഹിക്കും. എനിക്ക് ഈ കുഞ്ഞിനേക്കാൾ വലുതാ എൻ്റെ കരിയർ. പിന്നെ നിന്റെ കരിയർ ആയിരുന്നു വലുതെങ്കിൽ ആരുടേതെന്ന് പോലും നിനക്ക് തന്നെ അറിയാത്ത ഈ പാവം കുഞ്ഞിനെ എന്തിനാ ജന്മം കൊടുത്തേ? ഇതിനെയും നിന്നെ പോലെ ആക്കി തീർക്കാനാണോ? നീ അതിര് കിടക്കുന്നു പല്ലവി. ഞാൻ പറഞ്ഞു, ഇത് അച്ഛനില്ലാത്ത കുഞ്ഞൊന്നുമല്ല. പക്ഷെ അതാരെന്ന് നീ അറിയേണ്ട ആവശ്യമില്ല. പല്ലവിയുടെ കയ്യിലിരിക്കുന്ന 7 മാസം പ്രായമുള്ള കുഞ്ഞിനെ പവിത്ര പിടിച്ചു വാങ്ങാൻ വന്നതും പല്ലവി കുഞ്ഞിനെയും കൊണ്ട് പുറകിലേക്ക് നീങ്ങി. പല്ലവി, കുഞ്ഞിനെ തരാനാ പറഞ്ഞേ. ഈ കുഞ്ഞ് അതിവിടെ വേണ്ട. അത് എനിക്കും നിനക്ക് ഒരുപോലെ ദോഷം ചെയ്യും. അതുകൊണ്ട് ഈ കുഞ്ഞ് അനാഥാലയത്തിൽ വളരുന്നതാ നല്ലത്. ഇല്ല ചേച്ചി, ഞാൻ അതിന് സമ്മതിക്കില്ല. എല്ലാവരും ഉണ്ടായിട്ടും അനാഥപ്പെട്ടും ജീവിക്കാൻ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല അവളെ. പിന്നെ നീ ഇവളെ വളർത്താൻ പോകുന്നോ? ഞാൻ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ തിരിച്ചൊരു വരവുണ്ടാവില്ല. അപ്പം നീ സമൂഹത്തിനോട് എന്തു പറയും? ഈ കുഞ്ഞ് ആരുടെന്ന് ചോദിച്ചു വരുമ്പോൾ ഇതിനു വേണ്ടി നീ നിന്റെ ലൈഫ് കളയരുത്. സ്വന്തം അമ്മയ്ക്കല്ലേ ഈ കുഞ്ഞിനെ വേണ്ടാതായുള്ളൂ. പക്ഷേ എനിക്കിവളെ വേണം. എൻ്റെ ഒറ്റപ്പെട്ട ഈ ജീവിതത്തിൽ ഇവൾ മാത്രം മതി എനിക്ക് കൂട്ടിന്. ഞാനോ ഇവളെ ഒരിക്കലും ഒരവകാശവും പറഞ്ഞ് ചേച്ചിക്ക് മുൻപിൽ വരില്ല. ഒരിക്കലും അവൾ അറിയില്ല ചേച്ചിയാണ് ഇവളുടെ അമ്മയെന്ന്. ഇവൾ എൻ്റെ കുഞ്ഞായി തന്നെ വളരും. നിനക്ക് വട്ടാണ്, മുഴുത്ത വട്ട്. അല്ലെങ്കിൽ ഇങ്ങനെ പറയില്ല. ശരിയാ, എനിക്ക് വട്ട് തന്നെയാ. ചേച്ചിയെല്ലാം തികഞ്ഞവളാണല്ലോ. അതുകൊണ്ടല്ലേ സ്വന്തം കുഞ്ഞിനെ പോലും വേണ്ടാതെ തൻ്റെ കരിയർ മാത്രം നോക്കി പോകുന്നത്. എനിക്ക് നിന്നോടൊന്നും തന്നെ പറയാനില്ല. നിന്റെ മനസ്സ് എപ്പോഴെങ്കിലും മാറിയാൽ എന്ന് പറഞ്ഞ ശേഷം അവൾക്ക് മുന്നിൽ കിടന്ന ടേബിളിൽ ഒരു കാർഡ് വെച്ചു. ഇത് അനാഥാലയത്തിലെ നമ്പറാണ്. നിന്റെ മനസ്സ് മാറിയാൽ കുഞ്ഞിനെ അവിടെ ഏൽപ്പിക്കാം. മറിച്ചാണെങ്കിൽ നീ വളർത്തുവോ കൊല്ലുവോ എന്തോ ചെയ്തോ ഞാനായിട്ട് ചോദിക്കാൻ വരില്ല. അത്രയും പറഞ്ഞ ശേഷം പവിത്ര പുറത്ത് കിടന്ന കാറിൻ്റെ തൻ്റെ ലഗേജ് എടുത്തു വെച്ചു. കാറ് സ്റ്റാർട്ടാക്കി പോയിരുന്നു. പല്ലവി ആ കുഞ്ഞിനെ തൻ്റെ നെഞ്ചോരം ചേർത്ത് പിടിച്ചു. ഇനി മുതൽ നിന്റെ അമ്മയായി ഞാനുണ്ടാവും എന്ന ധൈര്യത്തിൽ ചേർത്ത് പിടിച്ചതും ആ കുഞ്ഞിളം പല്ലുകൾ കാട്ടി പല്ലവിയെ നോക്കി ചിരിച്ചുകൊണ്ടിരുന്നു. ഇവൾ പല്ലവി, സത്യൻ്റെയും ലേഖയുടെയും 2 മക്കളിൽ ഇളയവൾ. മൂത്തത് പവിത്ര. സത്യൻ്റേത് പ്രണയവിവാഹമായിരുന്നു. അയാൾ നല്ലൊരു ക്യാമറാമാനായിരുന്നു. ലേഖ ആ സമയം സീരിയൽ, ഫിലിം ഇതിലൊക്കെ അഭിനയിക്കുന്നുണ്ടായിരുന്നു. സത്യനോടുള്ള പ്രണയം കൊണ്ട് അവർ തൻ്റെ കരിയറും കുടുംബവും ഉപേക്ഷിച്ച് സത്യൻ്റെ കൂടെ ഇറങ്ങി വന്നു. എന്നാൽ ആദ്യകാലങ്ങളിൽ അവർക്കിടയിലുണ്ടായിരുന്ന സ്നേഹം 2 പെൺമക്കളായ ശേഷം എവിടെയോ നഷ്ടമായതുപോലെ. സത്യൻ സ്വന്തമായി ഒരു സ്റ്റുഡിയോ നടത്തിയിരുന്നു. എന്നാൽ അത് നല്ല രീതിയിൽ പച്ച പിടിച്ചില്ല. ലേഖയ്ക്ക് അവനൊപ്പം ഇറങ്ങി വരേണ്ടായിരുന്നു എന്ന് പോലും തോന്നി. സത്യൻ കാരണം തൻ്റെ കരിയർ തന്നെ കളയേണ്ടി വന്നതോർത്ത് അവർക്ക് അവരോട് തന്നെ ദേഷ്യം തോന്നി. അവസാനം സത്യനെയും മക്കളെയും ഉപേക്ഷിച്ച് അവർ അവരുടെ പഴയ ലൈഫിലേക്ക് പോയി. എന്നാലും അയാൾ തളർന്നില്ല. ആ കുഞ്ഞുങ്ങൾക്ക് താനേ ഇനിയുള്ളൂ എന്നോർത്തപ്പോൾ അയാൾക്ക് സങ്കടം തോന്നി. അന്ന് മുതൽ അവർക്ക് വേണ്ടി അയാൾ ജീവിക്കാൻ തുടങ്ങി. പവിത്ര ലേഖയെ പോലെ ആയിരുന്നു. സൗന്ദര്യവും പ്രശസ്തിയും അതൊക്കെ ആയിരുന്നു അവൾക്ക് വലുത്. പക്ഷേ പല്ലവി, അവൾക്ക് പഠിക്കണം, സ്വന്തം കാലിൽ നിന്ന് തൻ്റെ അച്ഛനെ നോക്കണം. അങ്ങനെയൊക്കെ ആയിരുന്നു മനസ്സിൽ. പല്ലവി ഡിഗ്രി ലാസ്റ്റ് ഇയർ പഠിക്കുമ്പോഴാണ് തൻ്റെ ചേച്ചി ആരിൽ നിന്നോ പ്രഗ്നൻ്റ് ആണെന്ന് അറിയുന്നത്. അതിനു കാരണം അവളുടെ വഴിവിട്ട ജീവിതമായിരുന്നു. അമ്മയെപ്പോലെ ഫിലിമിൽ അഭിനയിക്കാനായിരുന്നു അവൾക്ക് ആഗ്രഹം. അതിനുവേണ്ടി അവളുടെ ശരീരം തന്നെ അവൾ പണയപ്പെടുത്തി പ്രശസ്തി നേടി. സത്യൻ്റെ വാക്കുകൾക്ക് അവൾ ഒരിക്കലും വില നൽകിയില്ല. അവസാനം തൻ്റെ മകൾ ആരിൽ നിന്ന് ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കുന്നറിഞ്ഞതും മനംനൊന്ത് അച്ഛൻ മരിച്ചു. ശരിക്കും അവിടെ ഒറ്റപ്പെട്ടത് അവളായിരുന്നു, പല്ലവി. എന്നിട്ടും അവൾ തളർന്നില്ല. ജീവിക്കണം എന്ന് തന്നെ ഉറച്ചു നിന്നു. എത്രയായാലും സ്വന്തം ചേച്ചിയായി പോയില്ലേ. ആ ഒറ്റ കാരണം കൊണ്ട് തന്നെ അവൾ സ്വന്തം ചേച്ചിയുടെ എല്ലാ കാര്യങ്ങളും നോക്കി. കുഞ്ഞിനെ പ്രസവിച്ച ശേഷം അതിനെ ഉപേക്ഷിക്കാൻ പവിത്ര പലപ്പോഴും നോക്കി. എന്നാൽ അതിന് തടസ്സം നിന്നത് പല്ലവിയായിരുന്നു. താനൊരു കുഞ്ഞിൻ്റെ അമ്മയാണെന്നറിഞ്ഞാൽ അത് തൻ്റെ കരിയറിനെ തന്നെ ബാധിക്കുമെന്നുള്ളത് കൊണ്ടാണ് ആ കുഞ്ഞിനെ അനാഥാലയത്തിലേക്ക് മാറ്റാൻ ശ്രമിച്ചത്.
എന്നാൽ ആ കുഞ്ഞ് വന്ന ശേഷം അതിൻ്റെ ചിരിയും കളിയും പല്ലവിയിൽ ഒരുപാട് മാറ്റമുണ്ടാക്കി. പവിത്രയേക്കാൾ കൂടുതൽ ആ കുഞ്ഞിനെ നോക്കിയതും പല്ലവി തന്നെയാണ്. ഒരുപക്ഷെ തൻ്റെ ഒറ്റപ്പെട്ട ജീവിതത്തിൽ ആ കുഞ്ഞിന് വർണ്ണങ്ങൾ പടർത്താനാവുമെന്ന് കരുതിയാവും അവൾ പവിത്രയ്ക്ക് ആ കുഞ്ഞിനെ ഉപേക്ഷിക്കാൻ വിട്ടുകൊടുക്കാതെ തന്നിലേക്ക് മാത്രമായി ചേർത്തു പിടിച്ചത്. പല്ലവി രാവിലെ എണീക്കുന്നത് തൻ്റെ മിത്തുമോളുടെ സൗണ്ട് കേട്ടുകൊണ്ടാണ്. അവൾ വേഗം തന്നെ അവളെ എടുത്തു കുറച്ചു നേരം അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. അവളിൽ കരച്ചിൽ മാറിയതും ഹാളിൽ നിലത്ത് ഷീറ്റ് വിരിച്ച് അവളെ അതിൽ കിടത്തി. എന്നിട്ട് കുഞ്ഞിനുള്ള പാല് കാച്ചി കൊണ്ടുവരുമ്പോൾ അവൾ കിടന്ന് കളിക്കുന്നതാണ് കണ്ടത്. പല്ലവി വേഗം തന്നെ നീഡിൽ ബോട്ടിലെടുത്ത് പാൽ നിറച്ച് അവളുടെ കുഞ്ഞു ചുണ്ടുകളിലേക്ക് അടുപ്പിച്ചു. ആ കാന്താരി ആ പാൽ മൊത്തം കൊതിയോടെ നുണഞ്ഞുകൊണ്ടിരുന്നു. ഈ സമയം പുറത്താരോ കോളിംഗ് ബെല്ലടിക്കുന്ന സൗണ്ട് കേട്ട് പുറത്തേക്ക് വന്ന പല്ലവി കാണുന്നത് അർച്ചനയെയും സൂര്യയെയുമാണ്. അവർ രണ്ടുപേരും അകത്തേക്ക് വന്നു. അർച്ചന മിത്തുമോളെ കയ്യിലെടുത്തതും അവൾ അവളുടെ കയ്യിലിരുന്ന് മോണ കാട്ടി ചിരിക്കാൻ തുടങ്ങി. സൂര്യ പല്ലവിയുടെ അരികിലേക്ക് വന്നു. പല്ലവി, നീ ഇപ്പോഴും ഇവളെ നിനക്കൊപ്പം നിർത്തണമെന്നാണോ ആഗ്രഹിക്കുന്നത്? ഈ സമൂഹം നിന്നെ എന്ത് പറയും, എങ്ങനെ കാണുമെന്ന് ചിന്തിച്ചോ? എത്ര നാൾ ഇവളെയും നോക്കി നീ നിന്റെ ഈ നല്ല പ്രായം തള്ളി നീക്കും? എനിക്ക് പറ്റുന്ന അത്രയും നാള് ഞാൻ എൻ്റേതായി തന്നെ വളർത്തും. ഈ ലോകത്തെനിക്ക് അവളും അവൾക്ക് ഞാനും മതി. പിന്നെ ഈ സമൂഹം അത് എന്നെപ്പറ്റി എന്തു പറയുമെന്ന് ഞാൻ കാര്യമാക്കുന്നില്ല. ആരൊക്കെ എന്തൊക്കെ തന്നെ പറഞ്ഞാലും എനിക്ക് തന്നെ അറിയാം. എന്നെ അറിയുന്നവർ എന്നെ മനസ്സിലാക്കിയാൽ മതി. പിന്നെ സൂര്യൊന്നും പറയാൻ പോയില്ല. കാരണം അവളുടെ തീരുമാനം ഉറച്ചതായിരുന്നു. അർച്ചന കുഞ്ഞുമായി അവർക്കരികിൽ വന്നു. ഈ നാട് വേണ്ട പല്ലവി നിനക്ക്. നീ ഞങ്ങൾക്കൊപ്പം വാ, അവിടെ തന്നെ ജോലിയും ചെയ്യാം. നിനക്ക് കുഞ്ഞിനെയും നോക്കാം. പിന്നെ മറ്റൊരു നാട്ടിലാവുമ്പോൾ നിനക്കെതിരെ ചോദ്യങ്ങളും ഉണ്ടാവില്ല. പല്ലവി കുറച്ചു നേരത്തെ മൗനത്തിന് ശേഷം പറഞ്ഞു. നിങ്ങളിന്ന് തിരിച്ചു പോകുന്നു, അന്ന് ഞാനും കുഞ്ഞും നിങ്ങളോടൊപ്പം വരുന്നതാണ്. അർച്ചനയും സൂര്യയും അവളെ അവരിലേക്ക് ചേർത്ത് പിടിച്ചു. ഈ സമയം കണ്ണൻ തനിക്ക് ചുറ്റുമുള്ളതെല്ലാം ചവിട്ടിയെറിയുകയാണ് ചെയ്യുന്നത്. ആരോടോ ഉള്ള ദേഷ്യം മൊത്തം അവൻ ആ വീട്ടിലെ തന്നെ സാധനങ്ങൾ നശിപ്പിച്ചുകൊണ്ടാണ് കലി തീർക്കുന്നത്. അവൻ്റെ ഈ പ്രവൃത്തി കണ്ട് ഹൃദയം പൊട്ടി നിൽക്കുകയാണ് അവൻ്റെ അമ്മ ഗീത. ഇവൻ കർണൻ, വൃന്ദാവനം എന്ന് പേര് കേട്ട തറവാട്ടിലെ ഗീതയുടെയും ഗോവിന്ദൻ്റെയും മൂത്ത മകൻ കർണൻ, ഇളയവൾ കാർത്തിക. ഗീത കർണൻ്റെ അരികിലേക്ക് വന്നു. നീ എന്തൊക്കെയാ കാട്ടിക്കൂട്ടുന്നത്? നിനക്ക് തന്നെ വല്ല ബോധവുമുണ്ടോ? ഉണ്ട്, ഉള്ളത് കൊണ്ടാണല്ലോ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്ത് കൂട്ടിയത് തന്നെ. ഇങ്ങനെ ഞങ്ങളെ വെറുക്കാൻ മാത്രം എന്തു തെറ്റാ നിന്നോട് ഞങ്ങൾ ചെയ്തത്? ഓർക്കുന്നില്ലേ എന്നോട് നിങ്ങളെല്ലാവരും കൂടി ചെയ്ത ചതി എന്തെന്ന്? ചിലപ്പോൾ നിങ്ങളെല്ലാവരും മറന്നു കാണും. ഞാൻ മറക്കില്ല. മറക്കാൻ ഈ ജന്മം എനിക്ക് കഴിയില്ല. അത്രയും പറഞ്ഞവൻ പുറത്തേക്ക് പാഞ്ഞു. കാർത്തിക ഗീതയുടെ അരികിൽ വന്നു നിന്നു. അമ്മ വിഷമിക്കാതെ. ഏട്ടനറിയില്ലേ അമ്മയ്ക്ക് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത തെറ്റു തന്നെയല്ലേ അച്ഛനും എല്ലാവരും കൂടി എൻ്റെ ഏട്ടനോട് കാണിച്ചു കൂട്ടിയത്? അത് ഇന്നും ആ മനസ്സിൽ കിടന്ന് നേറുന്നത് കൊണ്ടാ ഇങ്ങനെയൊക്കെ. എങ്കിലും ഞാൻ എന്തു തെറ്റ് ചെയ്തിട്ടാ എന്നെ അവർ ഇങ്ങനെ അകറ്റുന്നത്? എല്ലാം ശരിയാവും അമ്മ, സമാധാനിക്ക്. കണ്ണൻ നേരെ വന്നത് വൃന്ദാവനം എന്ന തൻ്റെ അച്ഛൻ്റെ തറവാട്ടിലേക്കാണ്. അവിടെ അവൻ സ്നേഹിക്കുന്നതും അവനെ സ്നേഹിക്കുന്നതുമായി കുറച്ചു പേരുണ്ട്. ഗോവിന്ദൻ്റെ അച്ഛൻ ദേവനാരായണനും ഭാര്യ ലക്ഷ്മിയും. അവർക്ക് 2 മക്കൾ. മൂത്തത് ഗോവിന്ദൻ, നമ്മുടെ കർണൻ്റെ അച്ഛൻ. ഇളയവൻ ഗോവർദ്ധൻ, ഗോവർദ്ധൻ്റെ ഭാര്യ രേവതി. അവർക്കൊരേ ഒരു മകൾ അനാമിക. ചെറുപ്പം മുതലേ അനാമിക കർണൻ്റെ പെണ്ണാണെന്ന് പറഞ്ഞ് പഠിപ്പിച്ചത് കൊണ്ട് തന്നെ അവനും അവളും അവരുടെ പ്രണയലോകത്തോട് ജീവിച്ചുകൊണ്ടിരുന്നു. എന്നാൽ ഗോവിന്ദൻ പണ്ട് മുതലേ പണത്തിനും പ്രതാപത്തിനും വേണ്ടിയാണ് ജീവിച്ചിരുന്നത് പോലും. കുടുംബത്തിലെ ഒരേ ഒരു ആൺതരിയായിരുന്നു കർണൻ. അതുകൊണ്ട് തന്നെ ദേവനാരായണൻ അയാളുടെ ബിസിനസ് സാമ്രാജ്യം ദേവലക്ഷ്മി എന്ന കമ്പനി കർണൻ്റെ പേരിലേക്കാക്കി. എന്നാൽ ഗോവിന്ദന് തൻ്റെ പേരിൽ എഴുതി വെക്കാതെ മകൻ്റെ പേരിൽ എഴുതിയതിൽ ആദ്യം എതിർപ്പുണ്ടായിരുന്നു. എങ്കിലും പിന്നീട് അവനിലൂടെ ആ സ്വത്തുക്കൾ തന്നിലേക്ക് തന്നെയാണ് വരുന്നത് ഓർത്തപ്പോൾ പിന്നീട് എതിർപ്പില്ലായിരുന്നു. ഗോവർദ്ധനും രേവതിക്കും അനാമികയേക്കാൾ കർണനോടായിരുന്നു കൂടുതൽ പ്രിയം. അതുകൊണ്ട് തന്നെ അവർക്കും അതിൽ എതിർപ്പില്ലായിരുന്നു. കർണൻ്റെ ഒറ്റയാൾ പോരാട്ടത്തിലൂടെ അവൻ ആ കമ്പനിയെ ഒരുപാട് ഉയരങ്ങളിൽ എത്തിച്ചിരുന്നു. ആ സമയത്താണ് ഗോവിന്ദൻ്റെ കൂട്ടുകാരനും JK കമ്പനിയുടെ ഉടമയുമായ ജനാർദ്ദൻ തൻ്റെ ഒരു മകളായ സുപ്രിയയ്ക്ക് വേണ്ടി കർണനെ ആവശ്യപ്പെട്ടത്. ജനാർദ്ദൻ്റെ മകളിലൂടെ വീണ്ടും തന്നിലേക്ക് വരാൻ പോകുന്ന സ്വത്തിൽ മാത്രമായിരുന്നു ഗോവിന്ദൻ്റെ കണ്ണുകൾ. അതുകൊണ്ട് തന്നെ തൻ്റെ അനിയന് കൊടുത്ത വാക്ക് പാടെ മറന്നുകൊണ്ട് അവർക്ക് വാക്ക് കൊടുത്തു.
ഇതറിഞ്ഞ് കണ്ണൻ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കി. അനാമികയല്ലാതെ മറ്റൊരാളെ അവൻ ഒരിക്കലും വിവാഹം കഴിക്കില്ലെന്ന് പറഞ്ഞു. കർണനോട് പറഞ്ഞിട്ട് കാര്യമൊന്നും ഉണ്ടാവില്ലെന്ന് കണ്ടതും ഗോവിന്ദൻ തറവാട്ടിൽ പോയി എല്ലാവരോടും സംസാരിച്ചു. എന്നാൽ അവർക്കും കർണന്റെയും അനാമികയുടെയും സന്തോഷം മാത്രമായിരുന്നു വലുത്. അതുകൊണ്ട് തന്നെ ഗോവിന്ദന്റെ ആ തീരുമാനത്തെ എല്ലാവരും എതിർത്തു. ജനാർദ്ദൻ കണ്ണനിലൂടെ തൻ്റെ പല കണക്കൂട്ടലുകളും നേടുന്നതിന് വേണ്ടിയാണ് ഈ ബന്ധം മുന്നോട്ട് വെച്ചത് പോലും. എന്നാൽ കണ്ണൻ ഈ ബന്ധത്തിൽ താല്പര്യമില്ലെന്നറിഞ്ഞത് മുതൽ അയാൾക്ക് ദേഷ്യം കയറി. എങ്ങനെയും കർണനെ കൊണ്ട് തന്നെ തൻ്റെ മകളെ കെട്ടിക്കണമെന്ന് അയാൾ ചട്ടം കെട്ടി. അതിനുവേണ്ടി അനാമികയെ ഇല്ലായ്മ ചെയ്യുക എന്ന തീരുമാനത്തിലെത്തി. അതിനുവേണ്ടി അയാളുടെ കൂട്ടാളികളെ വിട്ടു തന്നെ അനാമികയെ ഇല്ലായ്മ ചെയ്യാൻ തീരുമാനിച്ചു. അതിന് കൂട്ടുനിന്നത് ഗോവിന്ദനും. പക്ഷേ ഗോവിന്ദൻ അവർ കൊല്ലാൻ പോകുവാണെന്ന് അറിയില്ലായിരുന്നു. കോളേജ് കഴിഞ്ഞ് അനാമിക വീട്ടിലേക്ക് മടങ്ങുമ്പോഴാണ് ഗോവിന്ദനെ കാണുന്നത്. അവളോട് അയാൾക്ക് കുറച്ച് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ടു പോയിരുന്നു. പിന്നീട് കാണുന്നത് അനാമികയുടെ മരിച്ച ശവശരീരമായിരുന്നു. അവളുടെ മരണത്തിന് ശേഷം ഗോവിന്ദനെ ആരും കണ്ടിട്ടില്ല. ശരിക്കും അവൾക്ക് എന്താണ് പറ്റിയതെന്ന് ആർക്കും അറിയില്ല. കർണൻ ഇന്നും തൻ്റെ അച്ഛനാവണം അവളെ കൊന്നതെന്ന ഉറച്ച നിലയിൽ തന്നെ നിൽക്കുന്നു. അന്ന് തൊട്ട് എല്ലാവരോടും അവന് ദേഷ്യം മാത്രമായിരുന്നു. അവൻ്റെ ദേഷ്യം ഒരുവിധം ശമിപ്പിക്കാൻ കഴിയുന്നത് ദേവനാരായണനും ലക്ഷ്മിക്കും ഗോവർദ്ധനും ജയവതിക്കും മാത്രമായിരുന്നു. അവനിലെ ദേഷ്യം കൂടുമ്പോൾ ഓടിയെത്തുന്നത് അവർക്കടുത്തേക്കാണ്. അവിടെ എത്തുമ്പോൾ മാത്രമാണ് അവൻ്റെ കോപം പോലും ശമിക്കുന്നത്. കർണൻ മുത്തശ്ശിയുടെ മടിയിൽ കിടക്കുകയായിരുന്നു. രേവതി അവൻ്റെ അടുത്തിരിപ്പുണ്ട്. കണ്ണാ, നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ നിന്റെ ദേഷ്യം കളയണമെന്ന്? ചെയ്യാത്ത തെറ്റിൻ്റെ പേരിൽ ഇനിയും നീ ആ പാവത്തിനെ സങ്കടപ്പെടുത്തുന്നത് എന്തിനാ? നിന്നെയോർത്ത് അവൾ ഇനിയും എത്ര നാൾ ഉരുകി ജീവിക്കും? കണ്ണൻ പതുക്കെ അവരുടെ മടിയിൽ നിന്നും എഴുന്നേറ്റു. അറിയാം, പക്ഷെ മുത്തശ്ശിക്കറിയാലോ, ഇനി എൻ്റെ ജീവിതത്തിൽ ഒരു പെണ്ണ് വേണ്ടെന്ന് ഞാൻ തീരുമാനിച്ചതാണ്. അതറിഞ്ഞിട്ടും വീണ്ടും എന്നെ അതിലേക്ക് നിർബന്ധിക്കുന്നത് എന്തിനെന്നായി എനിക്കറിയാത്തേ. നീ ഒരു കുടുംബമാവണമെന്ന് അവൾ മാത്രമല്ല ഞങ്ങളും ഒരുപോലെ ആഗ്രഹിക്കുന്നുണ്ട്. എൻ്റെ മോളെ ഓർത്ത് നീ എത്ര നാൾ ഈ ജീവിതം സ്വയം നശിപ്പിക്കും? നിനക്കും ഒരു കുടുംബവും കുട്ടി അതൊക്കെ വേണ്ടേ? നിന്നിലൂടെ എൻ്റെ മകൾക്ക് നഷ്ടമായ ജീവിതം തിരിച്ചു പിടിക്കാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. നിനക്ക് വരുന്ന പെണ്ണിനെ എൻ്റെ മോളായിട്ട് നോക്കണം, അത്രമാത്രമേ ഞങ്ങളും ആഗ്രഹിക്കുന്നുള്ളൂ. ഇനിയും നീ അതിന് തടസ്സം പറയരുത്. ഇന്ന് വരെ ഞങ്ങൾ ആരും ഒന്നിനും നിർബന്ധിച്ചിട്ടില്ല. പക്ഷേ ഇനിയും നീ ഞങ്ങളെ നിരാശപ്പെടുത്തരുത്. നീ ആലോചിച്ച് പറഞ്ഞാൽ മതി. നിനക്ക് സമ്മതമാണെങ്കിൽ എന്തിനും ഞങ്ങളുണ്ടാവും നിനക്കൊപ്പം. അത്രയും പറഞ്ഞ ശേഷം അവൻ്റെ തലയിൽ മെല്ലെ തഴുകിക്കൊണ്ട് അവിടെ നിന്നും പോയിരുന്നു. കണ്ണാ, നിന്റെ തീരുമാനം എന്താ? അറിയില്ല എനിക്ക്. ഞാൻ കാരണം ആരും വിഷമിക്കാൻ പാടില്ല. അതുകൊണ്ട് ഞാൻ തയ്യാറാണ്. പക്ഷേ എൻ്റെ അനാമികയെ പോലെ എന്നെ സ്വാധീനിക്കാൻ കഴിയുന്ന ഒരുവളായിരിക്കണം. അങ്ങനെയുള്ളവരെ കണ്ടെത്തിയാൽ ഞാൻ തയ്യാറാണ്. അല്ലാത്ത പക്ഷം ആരും ഇതേപറ്റി എന്നോടും പറയരുത്. അർച്ചനയ്ക്കും സൂര്യക്കുമൊപ്പം പല്ലവി മിത്തുമോളുമായി പുതിയ നഗരത്തിലെത്തി. ഒരു പുതിയ ജീവിതം തനിക്ക് മുന്നിൽ തുറക്കപ്പെടുകയാണ് എന്നറിയാതെ അർച്ചന വേഗം തന്നെ ഒരു ഓട്ടോ വിളിച്ചു. അവർ താമസിക്കുന്ന ഫ്ലാറ്റിലേക്ക് പോയി. പല്ലവി റൂമിൽ വന്നതും ഉറങ്ങിക്കിടന്ന മിത്തുമോളെ ബെഡിൽ കിടത്തി. 2 സൈഡിലും പില്ലോയും വെച്ച് അവൾ താഴേക്ക് വീഴാതിരിക്കാനായി. പല്ലവി ഹാളിലേക്ക് വരുമ്പോൾ സൂര്യയും അർച്ചനയും അവളെ കാത്തിരിപ്പുണ്ടായിരുന്നു. നാളെയാണ് ഇൻ്റർവ്യൂ. രാവിലെ തന്നെ എത്തണം നമുക്കവിടെ. നിന്റെ ജീവിതത്തിലെ പുതിയ തുടക്കമാണെന്ന് കരുതിയാൽ മതി. പിന്നെ ഞങ്ങളില്ലേ നിനക്കൊപ്പം. അതിന് പല്ലവി അവർക്കൊരു ചിരിയാണ് സമ്മാനിച്ചത്. പിറ്റേന്ന് രാവിലെ പല്ലവിയും മിത്തുമോളും സൂര്യയും അർച്ചനയും ദേവലക്ഷ്മി എന്ന കമ്പനിയിൽ ജോയിൻ ചെയ്യാൻ വന്നു. അവിടെ എത്തിയപ്പോഴാണ് കർണൻ ഇതുവരെ വന്നിട്ടില്ലെന്ന് അവൻ്റെ പ്രിയ രാമനാഥൻ പറഞ്ഞത്. അവളുടെ കയ്യിലിരിക്കുന്ന മിത്തുമോളെ അയാൾ കണ്ണെടുക്കാതെ നോക്കി നിന്നു. കാരണം അത്രയ്ക്കും സുന്ദരിയായിരുന്നു അവൾ, ഒരു കുഞ്ഞു മാലാക. എന്തായാലും സാറ് വരുന്നവരെ ഇയാൾക്ക് കുഞ്ഞിനെയും വെച്ച് സാറിൻ്റെ ക്യാബിനിൽ ഇരിക്കാവുന്നതാണ്. അവൾ മിത്തുമോളെയും കൊണ്ട് ക്യാബിനിൽ കയറി അവിടെയുള്ള സോഫയിലിരുന്നു. മിത്തുമോൾക്ക് വിശക്കാതിരിക്കാൻ അവൾ നീഡിൽ ബോട്ടിൽ നിറച്ച പാൽ അവൾക്ക് കൊടുക്കുമ്പോഴാണ് മിത്തുമോളുടെ കൈകൾ തട്ടി പാല് കുറച്ച് അവളുടെ സാരിയിൽ വീഴുന്നത്. അവൾ അതൊന്ന് തുടച്ചു മാറ്റാനായി മിത്തുമോളെ അവിടെ സുരക്ഷിതമായി ഇരുത്തിയിട്ടു അവിടെയുള്ള ബാത്റൂമിലേക്ക് കയറി. ഈ സമയം കണ്ണൻ തൻ്റെ ക്യാബിനിൽ കയറി വന്നതും തൻ്റെ ക്യാബിനിലെ സോഫയിലിരുന്ന് കളിക്കുന്ന മിത്തുമോളെയാണ് കണ്ടത്. അവൻ അവൾക്കരികിലേക്ക് വന്നു നിന്നു. അവനു നേരെയുള്ള അവളുടെ മോണ കാട്ടിയുള്ള ചിരിയും അവന് നേരെ ആ കുഞ്ഞു കൈകൾ നീട്ടിയതും അവൻ യാന്ത്രികമായി അവൻ്റെ കരവലയത്തിനുള്ളിൽ അവളെ ആക്കിയിരുന്നു.
അവനെന്തോ ആ കുഞ്ഞുമുഖത്തിൽ നിന്നും കണ്ണെടുക്കാനേ തോന്നിയില്ല. അപ്പോഴാണ് അവിടെയുള്ള ബാത്റൂമിൽ നിന്ന് ആരോ ഡോറ് തുറന്ന് പുറത്തേക്ക് വരുന്ന സൗണ്ട് കർണൻ കേൾക്കുന്നത്. അവന് മുന്നിൽ നിൽക്കുന്ന പല്ലവിയെ അവൻ കണ്ണെടുക്കാതെ നോക്കി നിന്നു. തനിക്ക് നഷ്ടമായ അനാമിക അവളിലൂടെ ജീവിക്കുന്നത് പോലെ തോന്നി. അവൻ്റെ കാലുകൾ മെത്തുമോളെയും കൊണ്ട് അവളുടെ അടുത്തേക്ക് ചലിച്ചു. അവളും അവനെ തന്നെ നോക്കി നിൽക്കുകയാണ്.